നമസ്കാരം എല്ലാവർക്കും AR7 മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം എന്താ പറയുക ഈ ബുൾജെറ്റ് എന്തുകൊണ്ടാണ് തംബ്ലൈന് നെഗറ്റീവായി ഉപയോഗിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ ഒരുപാട് സ്പോർട്സ് യൂട്യൂബേഴ്സ് തംബ്ലൈന് വഴി വ്യൂസ് ഉണ്ടാക്കുന്നതും എന്ന് വെച്ചാൽ ക്ലിക്ക് ബൈ തംബ്ലൈനിലൂടെ നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽ ചാനലാണ് എംഫോടെക്കിലെ ജിയോ മച്ചാനും പ്രവീൺ മച്ചാനും ഇവർ രണ്ടുപേരാണ് എംഫോടെക്കിൻ്റെ ഓണർ. ഇവർ നല്ല രീതിയിൽ തന്നെ നല്ല ഫേമസ് ആയ യൂട്യൂബറാണ്. നല്ല അവതരണ ശൈലിയും പിന്നെ നല്ല നല്ല കണ്ടന്റുകളുടെ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് പ്രവീൺ മച്ചാനും ജിയോ ജോസഫും. നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഈ നമ്മുടെ ജിയോ മച്ചാൻ ഇത്രത്തോളം കണ്ടന്റ് കിട്ടുന്നത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു, എല്ലാവരും അതിശയം തന്നെയാണ് ഓരോ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഐഡിയകളെല്ലാം കിട്ടും നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് ഇവിടെ നിന്നാണ് കിട്ടുന്നത് കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പ്രവീൺ മച്ചാനും ജിയോ ജോസഫ് ചെയ്യുന്ന ചെറിയൊരു ഉഡായിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യേണ്ടതന്നെ കാണുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രമുഖ യൂട്യൂബറായ എംഫോടെക് എങ്ങനെയാണ് ഇത്രയും വലിയ ചാനലായതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അവർ അത്രത്തോളം കഷ്ടപ്പെട്ട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നാടൻ ശൈലിയിലൂടെ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സ് കീഴടക്കിയ രണ്ട് യൂട്യൂബേഴ്സാണ് പ്രവീൺ മച്ചാനും ജിയോ ജോസഫും. 70ഓളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിലവിൽ അവരുടെ ചാനലുണ്ട്. പെട്ടെന്ന് തന്നെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഏക ഇൻഡിവിജ്വൽ ചാനൽ ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അഭിമാനമാകാൻ പോകുന്ന യൂട്യൂബറും കൂടെയാണ്. ഓൾറെഡി അഭിമാനമായ നമ്മുടെ കേരളത്തിലെ അഭിമാനമായ യൂട്യൂബറും കൂടെയാണ് ജിയോ ജോസഫും പ്രവീൺ മച്ചാനും. നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും വലിയ ഐഡിയാസ് കിട്ടുന്നതെന്ന് ഒരുപാട് ഇരുന്ന് ചിന്തിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിയോ ജോസഫ് നല്ല രീതിയിൽ തന്നെ ഐഡിയാസ് പ്രവർത്തിച്ചിട്ടാണ് ഇത്രയോളം കിട്ടിയിട്ടുള്ളത്. അതിൽ ചില വീഡിയോസ് മേക്കിങ്ങിൻ്റെ വീഡിയോസും ചില അൺബോക്സിങ് വീഡിയോസും എല്ലാം മറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. വിശ്വാസം വരുന്നുണ്ടാവില്ല അല്ലേ? ശരിക്കും കോപ്പി അടിച്ചതാണ്. ചിലവർക്ക് ഈ കാര്യം അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലവർ ജിയോ ജോസഫിന് സ്ഥിരം പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം ഇത് അവിടെ നിന്ന് വീഡിയോസ് എല്ലാം കിട്ടുന്നതെന്ന്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയാത്തവർക്കായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് അറിയില്ല സംഭവം എങ്ങനെയാണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ജിയോ ജോസഫ് അധികം ക്രേസി SYZ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോസ് കോപ്പി അടിക്കാറുണ്ട്. അതിൽ കുറച്ച് വീഡിയോസ് എന്താ വെച്ചാൽ വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് ലൈഫ് സ്ട്രോൻ്റെ വീഡിയോസും അതും ജിയോ ജോസഫ് ഓൾറെഡി ഇട്ടതാണ്. കാരണം കട്ട് ചെയ്യുന്ന ഒരു ഫിൽറ്റർ നമ്മുടെ വേസ്റ്റ് വാട്ടർ കുടിക്കുന്ന ഒരു വീഡിയോയിൽ ആ കാണുന്ന ലൈഫ് സ്ട്രോൻ്റെ സാധനം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലാന്ന് നോക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ എന്താ പറയുക ക്രേസി SYZ പേര് കിട്ടുന്നുണ്ടോ, കുറച്ച് ആടാണ് പേര്, തെറ്റിപ്പോകുന്നുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ജിയോ ജോസഫ് ഒരു മോൺസ്റ്റർ മാഗ്നറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട്. സെയിം വീഡിയോ നമ്മുടെ ക്രേസി SYZ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, എക്സ്പെരിമെൻറ്റ് വിത്ത് ലോങ് സോളാർ ബലൂൺ നമ്മൾ ജിയോ ജോസഫ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ. സെയിം വീഡിയോ മിസ്റ്റർ ഇന്ത്യൻ ഹാക്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ജിയോ ജോസഫ് അത് അപ്ലോഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ജിയോ ജോസഫ് ഇതെല്ലാം കോപ്പി അടിക്കുന്നതാണോ? അല്ല, ശരിക്കും ഇത് കോപ്പി അടിക്കുന്നതല്ല. ഇത് ഓൾറെഡി ഹിന്ദി ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് ജിയോ ജോസഫിൻ്റെ യൂട്യൂബ് ചാനൽ അത് അപ്ലോഡ് ചെയ്യുന്നതല്ല, അത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതല്ല. അത് ജിയോ ജോസഫിൻ്റെ അവതരണ ശൈലിയിലൂടെ അത് റീമേക്ക് ചെയ്യുകയാണ് ആ വീഡിയോ ചെയ്തത്. അത് ഹിന്ദിയിലുള്ള വീഡിയോ അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തതാണ് ജിയോ ജോസഫ് ചെയ്തത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കോപ്പിയടി എന്ന് പറയുന്ന ഒരു അർത്ഥമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീമേക്കിംഗ് വീഡിയോ ആണ്. ജിയോ ജോസഫ് അധികം വീഡിയോസാണ് ജിയോ ജോസഫ് സ്വന്തം കഴിവുകളോടെ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഐഡിയയും പിന്നെ നമുക്കറിയാം അദ്ദേഹം എത്ര നാൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ചില വീഡിയോസ് എല്ലാം ജിയോ ജോസഫിൻ്റെ സ്വന്തം
കഴിവുകളോടെയും പിന്നെ എന്താ പറയുക ഈ റീമേക്കിലൂടെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റുള്ള കാര്യമല്ല. ജിയോ ജോസഫ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്രേസി SYZ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അധികം വീഡിയോ റെക്കമെൻഡേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിയോ ജോസഫിൻ്റെ എംഫോട്ടോക്കും ക്രേസി SYZ കുറച്ച് എന്താ പറയുക ലിങ്ക് ചെയ്ത ചാനലാണ്. കാരണം അവരുടെ സെയിം വീഡിയോസാണ് ഇടുന്നത്. അത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ജിയോ ജോസഫ് അറിയുന്ന അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർക്കുള്ള അറിവ് നമ്മുടെ ജിയോ ജോസഫിന് പറഞ്ഞു കൊടുക്കും. അതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ. ഇതിന് ശരിക്കും പറഞ്ഞാൽ കോപ്പേടി എന്ന് പറയുന്ന ഒരു കാര്യമില്ല, ഒരു അർത്ഥമില്ല കോപ്പിയടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീമേക്കാണ്. അപ്പം മലയാള സിനിമകളെല്ലാം നമ്മുടെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലെല്ലാം റീമേക്കുന്നില്ല, ഏതാണ്ട് അതേ സമാനമായ കാര്യം തന്നെയാണ് ഇതിപ്പോൾ. നമ്മുടെ ജിയോ ജോസഫ് മാത്രമല്ല, പ്രമുഖ യൂട്യൂബറായ വില്ലേജ് ഫുഡ് ചാനല്, വില്ലേജ് കുക്കിംഗ് ചാനൽ എന്ന് പറയുന്ന തമിഴ് ഉള്ള വെർഷനിലുള്ള ഒരു യൂട്യൂബ് ചാനലിലെ അതേ റീമേക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചാനലാണ്, മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു തമിഴ് ചാനലും കൂടിയാണ് വില്ലേജ് കുക്കിംഗ് ചാനൽ. അതിൻ്റെ നേരെ മലയാളത്തിലുള്ളൊരു ചാനലും കൂടിയാണ് വില്ലേജ് ഫുഡ് ചാനൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിയോ ജോസഫിൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും നമുക്ക് അതിശയം ഉണ്ടാകാറുണ്ട്. ഏതെല്ലാം ടൈപ്പ് മോഡൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നതും പിന്നെ പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗിക്കുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വീഡിയോസ് മാത്രമാണ് ജിയോ ജോസഫ് അത് റീമേക്കായിട്ട് ചെയ്തിട്ടില്ല. അത് റീമേക്കായിട്ട് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഈ കുറച്ച് എന്താ പറയുക വാട്ടർ പ്രൂഫിൻ്റെ ടീഷർട്ടും പിന്നെ വിത്ത് ഷൂവും പിന്നെ ലൈവ് സ്ട്രോയും പിന്നെ ബലൂൺ, കുറച്ച് വീഡിയോസേ ഉള്ളൂ. അതൊന്നും കോപ്പി അടിക്കുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. ഞാൻ പിന്നെ എന്തിനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പിന്നെ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തത്? ഈ സമയത്ത് ജിയോ ജോസഫിനെ പറ്റി എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ലോക്ക്ഡൗൺ ആണ്, നിലവിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഐഡിയാസ് ചിന്തിക്കും. നല്ല പോപ്പുലർ ആയിട്ടുള്ള ഹിന്ദി ചാനലോ തെലുങ്ക് ചാനലോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് വീഡിയോസ് കോപ്പി അടിക്കുന്ന ഞാൻ പറയുന്നില്ല, റീമേക്ക് നിങ്ങളുടെ സ്വന്തം കഴിവിലൂടെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. നല്ല നല്ല കണ്ടന്റ് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ കോപ്പിറൈറ്റും കാര്യങ്ങളും കിട്ടും, വേറെ അത് കാര്യമില്ല. നമ്മുടെ സ്വന്തം കഴിവിലൂടെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. നമ്മുടെ ജിയോ ജോസഫ് നല്ല എന്താ പറയുക പെട്ടെന്ന് തന്നെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കട്ടെ. നല്ല നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചില വീഡിയോസ് മാത്രം റീമേക്ക് ചെയ്തതാണ്, അതൊരിക്കലും തെറ്റുള്ള കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്. അത് മലയാളത്തിലേക്ക് മാറ്റി ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. അത് ജിയോ ജോസഫിൻ്റെ സ്വന്തം കഴിവിലൂടെ. അതുപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കൂ. ഇപ്പം ഞാൻ ചില വീഡിയോസെല്ലാം പണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ഇംഗ്ലീഷിൽ നിന്ന് അടിച്ചു മാറ്റി എല്ലാം റീമേക്ക് ചെയ്തത്. പക്ഷെ അതുപോലെ എൻ്റെ അവതരണ ശൈലിയിലൂടെ ഞാൻ ചെയ്ത വീഡിയോസ് ഒരുപാടുണ്ട്. നമുക്ക് അത്ര ഇന്നത്തെ വീഡിയോ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, നമ്മുടെ ജിയോ ജോസഫിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ഗുഡ് ബൈ.